ഇപ്പോൾ ആശാ വർക്കേഴ്സിന് ഓണറേറിയം കൂട്ടി നൽകാൻ കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളോട് KPCC തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർക്ക് KPCC പ്രസിഡന്റ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. സമരം 50-ാം ദിവസത്തിലേക്ക് കടക്കുന്ന നാളെ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാർ മുടിമുറിച്ച് പ്രതിഷേധിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഓണറേറിയം കൂട്ടാൻ കഴിയില്ല എന്ന തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ നിലപാട് തള്ളിയാണ് കോൺഗ്രസ് നീക്കം. ഇൻസെന്റീവായും ഓണറേറിയമായും അധിക വേതനം നൽകണമെന്നാണ് സർക്കുലർ. ഓരോ തദ്ദേശ സ്ഥാപനത്തിനും അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് തുക തീരുമാനിക്കാം. ഇത് സംബന്ധിച്ച സർക്കുലർ കോൺഗ്രസിന്റെ എല്ലാ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും അയച്ചു. UDF ഭരിക്കുന്ന ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരത്തെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിരുന്നു. കോൺഗ്രസ് തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും യഥാർത്ഥ വർധന സർക്കാർ നടത്തേണ്ടതെന്നും സമരക്കാർ പറഞ്ഞു. ഞങ്ങൾ വളരെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സമരത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു തീരുമാനമാണല്ലോ അത്. സമരത്തിൻ്റെ ഒരു റിസൾട്ടാണത്. ആശാവർക്കർമാരുടെ വിഷയം പൊതുസമൂഹത്തിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടപ്പോഴാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത്. അങ്ങനെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ മൂവ്മെൻറ്റാണ്. നമ്മുടെ മൂവ്മെൻറ്റിനോടൊപ്പം നിൽക്കുന്ന ഒരു തീരുമാനമാണത്. പക്ഷേ ഈ നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡിന്മേൽ ശാശ്വതമായ പരിഹാരം നിർദ്ദേശിക്കേണ്ടുന്നത് സംസ്ഥാന സർക്കാരാണ്. സമരത്തിൻ്റെ 50-ാം ദിവസമായ നാളെ മുടിമുറിച്ച് പ്രതിഷേധിക്കും. നിരാഹാര സമരം 11-ാം ദിവസം എത്തിയിട്ടും ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ ഇതുവരെ ഡോക്ടർമാരെ നിയോഗിച്ചിട്ടില്ല. 154 ലോകരാജ്യങ്ങളിലെ 700 തൊഴിലാളി സംഘടനകൾ അംഗമായുള്ള ആഗോള തൊഴിലാളി ഫെഡറേഷൻ പബ്ലിക് സർവീസ് ഇന്റർനാഷണൽ സമരക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. 24 തിരുവനന്തപുരം.